കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാ കേസിൻ്റെ അന്വേഷണം CBIക്കോ? നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയടക്കമുള്ളവർ കുടുംബാംഗങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെടുന്നതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം പോലും കാര്യക്ഷമമല്ലെന്ന പരാതി നവീൻ ബാബുവിൻ്റെ കുടുംബം പലതവണ ഉയർത്തിയതാണ്. PP ദിവ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ തന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്കായി ഹാജരായ അഭിഭാഷകൻ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞു. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ മൊഴി പോലും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടില്ല. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഇക്കാര്യത്തിൽ പലതും വെളിപ്പെടുത്താനുണ്ട്. ഏകപക്ഷീയമായ അന്വേഷണമാണ് നടക്കുന്നത് എന്ന പരാതി അന്ന് തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ അഭിഭാഷകൻ അന്ന് കോടതിയിൽ പറഞ്ഞിരുന്നു. പിന്നാലെയാണ് CBI അന്വേഷണം വേണമെന്ന മുറവിളി പല കോണുകളിൽ നിന്നായി ഉയർന്നത്. പത്തനംതിട്ടയിലുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തന്നെ ഇത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിച്ചു. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി പോലും ഒളിഞ്ഞും തെളിഞ്ഞും അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന വിമർശനം ഉയർത്തുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ അനുനയിപ്പിക്കാനായി പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കാനെത്തുന്നത്. അടുത്ത ദിവസം തന്നെ പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ടയിലെ നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി ഭാര്യ മഞ്ജുഷയുടെയും സഹോദരൻ പ്രവീൺ ബാബുവിൻ്റെയും മൊഴി രേഖപ്പെടുത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിൻ്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. കേസിൽ നിന്ന് പ്രശാന്തിനെയും അതുപോലെ മറ്റു പലരെയും രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന വിമർശനങ്ങളും ഈയിടെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ നേരിൽ കാണുന്നതിനും നവീൻ ബാബുവിൻ്റെ ഭാര്യയിൽ നിന്നും സഹോദരനിൽ നിന്നും മൊഴിയെടുക്കുന്നതിനും പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. ഈ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലിൽ കൗതുകരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നവീൻ ബാബുവും ADM നവീൻ ബാബുവും ജില്ലാ കളക്ടറും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള അകൽച്ച ഉണ്ടായിരുന്നോ? അവർ തമ്മിൽ ഏത് തരത്തിലായിരുന്നു മാനസിക അടുപ്പമുണ്ടായിരുന്നത്? കണ്ണൂർ ജില്ലാ കളക്ടറെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് നവീൻ ബാബു ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ സംസ്കാര ചടങ്ങിൽ വരണ്ട എന്ന് കണ്ണൂർ ജില്ലാ കളക്ടറോട് ഭാര്യ പറഞ്ഞത്? ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നവീൻ ബാബുവിന് കണ്ണൂരിലെ ജില്ലാ കളക്ടറുമായി ഒരു തരത്തിലുമുള്ള ആത്മബന്ധം ഉണ്ടായിരുന്നില്ലെന്ന് നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചിരുന്നു. അത്തരമൊരു പ്രതികരണം നടത്താനുണ്ടായ സാഹചര്യം എന്താണ്? ഇരുവരും തമ്മിലുള്ള മാനസിക അടുപ്പത്തെക്കുറിച്ച് നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഇതൊക്കെയായിരിക്കും പ്രധാനമായും അന്വേഷണ സംഘം ചോദിച്ചറിയാൻ ശ്രമിക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ മൊഴി ഏറെ നിർണായകമാണെന്നിരിക്കെയാണ് ഇതുവരെ അന്വേഷണ സംഘത്തിലെ ഒരാൾ പോലും പത്തനംതിട്ടയിലേക്ക് എത്തുകയോ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തുകയോ ചെയ്യാത്തത്. ഇത് PP ദിവ്യയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമായി പറയുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ചില നീക്കങ്ങളാണിപ്പോൾ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്നത്. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാ കേസ് CBIക്ക് വിടേണ്ട സാഹചര്യം ഉണ്ടോ എന്നുള്ള കാര്യം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. നിലവിലെ അന്വേഷണത്തിൽ കോടതിക്ക് പോലും അത്രത്തോളം തൃപ്തിയില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം PP ദിവ്യയെ ഈ കേസിൽ നിന്നും രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ കണ്ണൂർ CPM ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഉപതെരഞ്ഞെടുപ്പായിരുന്നു കണ്ണൂരിലെ CPMന് മുന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. ഉപതെരഞ്ഞെടുപ്പ് ഈ അടുത്ത സമയത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ PP ദിവ്യയെ ചിലപ്പോൾ അറസ്റ്റ് പോലും ചെയ്യില്ലായിരുന്നു. PP ദിവ്യ കീഴടങ്ങില്ലായിരുന്നു. കാരണം ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാരിൻ്റെ മുഖം മിനുക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു PP ദിവ്യക്കെതിരെ എടുത്ത അച്ചടക്ക നടപടി. അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ടു. മറ്റൊന്ന്, പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ഒഴിവാക്കി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. 10 ദിവസത്തെ റിമാൻഡ് കാലാവധിക്ക് ശേഷം പുറത്തിറങ്ങിയ PP ദിവ്യ പാർട്ടിക്കെതിരെ പരസ്യമായ നിലപാടാണ് ആദ്യം സ്വീകരിച്ചത്. തന്നോട് കൂടിയാലോചിക്കാതെ തൻ്റെ ഭാഗം കേൾക്കാതെ എടുത്ത ഏകപക്ഷീയമായ നടപടിയാണ് തനിക്കെതിരെയുള്ള അച്ചടക്ക നടപടിയെന്ന് PP ദിവ്യ പറഞ്ഞു. പിന്നാലെ പരസ്യ പ്രതികരണത്തില്ലെന്ന നിലപാടും PP ദിവ്യ സ്വീകരിച്ചു. എന്നാൽ PP ദിവ്യയ്ക്ക് എതിരെ ആദ്യം നിലപാട് സ്വീകരിച്ച കണ്ണൂരിലെ പല CPM നേതാക്കളും പിന്നീട് PP ദിവ്യയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തിനേറെ പറയുന്നു, കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോലും നിലപാട് മാറ്റിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയില്ലെന്നുമുള്ള രണ്ടു തരത്തിലുള്ള വാദങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ നിജസ്ഥിതി അറിയണം എന്നായിരുന്നു എം വി ജയരാജൻ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രതികരിച്ചത്. അപ്പോൾ PP ദിവ്യയെ തള്ളാതെയും നവീൻ ബാബുവിനെ പൂർണ്ണമായി കൊള്ളാതെയുമുള്ള നിലപാടിലേക്ക് CPM മാറിയിരിക്കുന്നു.
നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ സംഭവം വലിയ രാഷ്ട്രീയ വിവാദമായ ഘട്ടത്തിൽ CPM സ്വീകരിച്ച നിലപാടിതല്ല. CPM പൂർണ്ണമായും PP ദിവ്യയെ തള്ളിയിരുന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ടായിരുന്നു അന്ന് CPMൻ്റെ സംസ്ഥാന നേതാക്കൾ നിലപാട് സ്വീകരിച്ചത്. എന്നാൽ പിന്നാലെ കണ്ണൂരിലെ CPM നേതൃത്വത്തിലെ ഒരു വിഭാഗം PP ദിവ്യയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. PP ദിവ്യ കണ്ണൂരിലെ പ്രധാനപ്പെട്ട പാർട്ടി നേതാവാണ്. കണ്ണൂരിലെ പ്രധാനപ്പെട്ട പല പാർട്ടി നേതാക്കളുമായും അടുത്ത ബന്ധമുള്ള ആളാണ്. അത്തരമൊരു വ്യക്തിക്കെതിരെ ഇത്ര തിടുക്കപ്പെട്ട് നടപടിയെടുക്കേണ്ടിയിരുന്നില്ല എന്ന നിലപാട് പറഞ്ഞവരും കണ്ണൂരിലെ CPMൽ കുറവല്ല. അതുമാത്രവുമല്ല, PP ദിവ്യയെ പിണക്കേണ്ടതില്ലെന്നും PP ദിവ്യയെ ഒപ്പം നിർത്തണമെന്നുമായിരുന്നു കണ്ണൂരിലെ CPMൻ്റെ താല്പര്യം. തനിക്ക് സമാനമായ കേസുകളിൽപ്പെട്ട ഒരാൾക്കെതിരെയും ഇത്ര കടുത്ത നിലപാടും നടപടിയും എടുത്തിട്ടില്ല എന്ന PP ദിവ്യയുടെ ആക്ഷേപവും കണ്ണൂരിലെ CPMനെ വലയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഷയം രമ്യമായി പരിഹരിക്കുക എന്നുള്ളതാണ് CPMന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ സാഹചര്യത്തിൽ കൂടിയാണ് കേസ് അന്വേഷണത്തിനെതിരെ നവീൻ ബാബുവിൻ്റെ കുടുംബം വലിയ ആക്ഷേപങ്ങൾ ഉയർത്തുന്നത്. CBI അന്വേഷണമാണ് നല്ലത് എന്ന നിലപാടിലേക്ക് നവീൻ ബാബുവിൻ്റെ കുടുംബം പോകുന്നത്. ഇതിനിടയിലാണ് അവരെ അനുനയിപ്പിക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ടയിലേക്ക് മൊഴിയെടുക്കാനായി എത്തുന്നത്.